സാഹചര്യങ്ങൾ മനുഷ്യനെ പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ അത് വേണം. ഔചിത്യബോധത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതുണ്ട്. അത് തൃശ്ശൂർ നഗരം മുഴുവൻ അത് ചെയ്യുന്നു. തൃശ്ശൂർ പൂരപ്രേമികൾ മുഴുവൻ അത് നിർവഹിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയണം. കാരണം രാവിലെ തേക്കേ ഗോപുരം നട തുറന്നു വരുന്ന എറണാകുളം ശിവകുമാറിനെ വരവേൽക്കുന്നതിൽ പോലും ആളുകൾ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ആ ആവേശം പോലും പുറത്തെടുക്കുന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് 2027 പൂരമാണ്. അത് കൂടുതൽ മിഴിവോടെ മനോഹരമായി നമുക്ക് നടത്താൻ കഴിയും. 2027 ഇതിലും മനോഹരമായിട്ടുള്ള ഒരു പൂരം, അല്ലെങ്കിൽ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ളത് വീണ്ടും കാണാൻ പറ്റും. പക്ഷേ ഇത്തവണ കുറച്ച് പൊലിമ കുറവുണ്ട്, ആഘോഷം കുറവുണ്ട്. നമ്മുടെ ഒപ്പമുള്ള മനുഷ്യന്മാരായിരുന്നു ഇതിനൊക്കെ ഭാഗമായിട്ടുള്ള ഇതിൻ്റെയൊക്കെ അല്ലേ വർണ്ണവിസ്മയങ്ങൾ പൂരത്തിനെ എന്ന് പറയുമ്പോൾ വർണ്ണവിസ്മയങ്ങൾ തീർക്കാനുള്ള പണിപ്പുരയിൽ നിന്നാണ് അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ചേട്ടനൊക്കെ എവിടുന്നാ? ഞാൻ തൃശ്ശൂർ ചൂണ്ടൽ കേച്ചേരി. ഇത്തവണ പൂരം എങ്ങനെയുണ്ട്? പൂരത്തെ പറ്റി ഒരു കവിത പോലെയൊക്കെ മനസ്സിൽ വരുന്നത്. എന്താണ് കവിത? ഇപ്പൊ തോന്നുന്നതാണ്, എത്രയോ നമ്മൾ ആശിച്ചതല്ലേ ആഗ്രഹിച്ചതല്ലേ തൃശ്ശൂവ പേരൂർ പൂരം, വെടിക്കെട്ടിൻ്റെ ശോഭ കാണുവാൻ നമ്മളെല്ലാം കാത്തിരുന്നതും നമ്മൾക്കു മിഥ്യയല്ലേ. വേദനയുണ്ട് സന്തോഷമുണ്ട് എങ്കിലും ഞാനൊന്നു വന്നുപോയി, ഓർമ്മകളൊന്നു ഞാൻ പുതുക്കിയിടട്ടെ, വരും വർഷം ഇനിയും നമ്മൾക്കു സന്തോഷത്തിൽ ആഘോഷിക്കാം. താങ്ക് യു. നമുക്ക് അതുപോലെ മനോഹരമായ പൂരം കാണാൻ കാത്തിരിക്കാം.